നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ അവരും വന്ന് ചായ കുടിച്ചിട്ട് വന്ന് പരിചയപ്പെട്ടിട്ട് ഈ ചായയുടെയും കഴിച്ചതിന്റെ ഒക്കെ പൈസ അവർ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ സാധനം. പിന്നെ പ്രോഗ്രാമിന് പണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ചായ പിടിച്ചു തന്നായിരുന്നു. അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ അവരും വന്ന് ചായ കുടിച്ചിട്ട് വന്ന് പരിചയപ്പെട്ടിട്ട് ഈ ചായയുടെയും കഴിച്ചതിന്റെ ഒക്കെ പൈസ അവർ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ സാധനം. പിന്നെ പ്രോഗ്രാമിന് പണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ചായ പിടിച്ചു തന്നായിരുന്നു. അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കല്ലറ അപ്പം ഒരു വയലിലോട്ട് ഇറങ്ങി പ്രോഗ്രാം ഒളിഞ്ഞ് കുത്തുവാളെടുത്ത് 4 തട്ടി 2 ബോക്സൊക്കെ മേളി വെച്ചുകൊണ്ട് പോവുക. ഇത്രയുള്ള ഞാൻ കാരണം അവിടെ നിന്ന് രക്ഷപ്പെടണം. അടുത്തത് എടുക്കാൻ തിരിച്ചു വന്നു റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ എടുത്ത് അപ്പോൾ വാക്കുകേട് ഞാൻ പറഞ്ഞ അല്ല ഇപ്പം ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി വന്നേ ചെന്ന്. അപ്പം കട്ടൻ ചായ വിട് കട്ടൻ ചായ വിടും കട്ടൻ ചായ വിടും. പിന്നെ ഇവിടെ വീട് ആവലിക്കരുത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. കക്കൂസ് ഓരാൻ പോയിക്കൂടാ പട്ടി. ഇത് കുടിക്കാനൊക്കെ കളഞ്ഞവനായിരിക്കും. പുള്ളി പറയുകയും ചെയ്തു കളയരുത് കുടിക്കണം. കുടിച്ചിട്ട് പോയാൽ മതി. അയ്യോ അതുപോലെ കുറെ സാധനമുണ്ട്. അപ്പൊ അതുപോലുള്ള സമ്മാനങ്ങൾ ഒരിക്കലും സ്വീകരിക്കും. ഇനി അത് ശ്രദ്ധിക്കാൻ വിളിച്ച കാര്യം. ഇതുവരെ പിന്നെ നമുക്ക് വലിയൊരു ഗിഫ്റ്റ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ എപ്പോഴും വരും അപ്പോൾ ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ കയ്യും താഴെയൊക്കെ വീണ് ഒരുപാട്, അതായത് കുറേ കോവിഡിന് മുൻപ്, അതായത് കോവിഡ് വരെ നമ്മൾ അനുഭവിച്ചത് വളരെ തീക്ഷ്ണമായ കുറേ അനുഭവങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പൈസ ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇവിടോട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ പഴയ ഫോണല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ റബ്ബറും ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 6 റബ്ബറോളം ഉണ്ടായിരുന്നു ഫോണിൽ. അത് കണ്ടിട്ട് കീപാഡുള്ള ഫോണായിരുന്നു. ഇവരെല്ലാവരും എന്നോട് ചോദിക്കുക ഈ ഫോണൊന്ന് മാറിക്കൂടെ, കാണുന്ന പറ്റില്ല ഈ പോയി. അപ്പം ഞാൻ ഫോണൊക്കെ മാറാന്ന് പറഞ്ഞു. ഒരു ദിവസം നോക്കേണ്ടതുണ്ട്. വേണ്ടി നിൽക്കുക ഉസൈൻ ബോൾട്ടിന്റെ ഒരു വീഡിയോ. 15 റബ്ബർ കീപാഡ് ഫോണേ തന്നെ ശരിക്കും. അപ്പം പുള്ളി പറഞ്ഞ ആവശ്യം നടന്നാൽ പോരെ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇതിനകത്തിട്ട് കാരണം ചോദിക്കുമ്പോൾ കാണിക്കാമല്ലോ. ഒരു ദിവസം കാർത്തിക് സൂര്യ ഇങ്ങനെ വ്ളോഗ് ചെയ്തോണ്ട് ഇങ്ങനെ വന്നപ്പോൾ നമ്മളെല്ലാം കൂടെ ചാനലിന്റെ ഗ്രൗണ്ടിൽ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആരോ ചൂണ്ടി കാണിച്ചു ആ ഫോണൊന്ന് ഫോക്കസ് ചെയ്തോളാം. ഭയങ്കര റബ്ബർ. അവരൊന്നും വേണ്ടിയില്ല, കഷ്ടം ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കുന്നില്ല, മാറിക്കൂടെ എന്ന് പറഞ്ഞു അങ്ങ് പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്കിറ്റ് വിഷുവിൻ്റെ റൂമിലിരുന്ന് ഞങ്ങൾ രണ്ടുകൂടെ ഇങ്ങനെ സംസാരിച്ച് സ്കിറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ സാബു ഇല്ലേ ജഡ്ജ് ചെയ്യാൻ, സാബുവും കാർത്തിക് സൂര്യയോട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കാണണം, എന്തോ ആവശ്യമുണ്ടെന്ന്. നമ്മൾ വിചാരിച്ച എന്തെങ്കിലും ഈ ആശംസ വീഡിയോ അതുപോലെ സാധനം പറയാനായിരിക്കും. കാർത്തിക് സൂര്യ എപ്പോഴും ഇതാണല്ലോ അവർ. വന്ന് സാബു എൻ്റെ നിന്ന് ഫോണൊക്കെ മേടിച്ച് നോക്കിയിട്ട് കളഞ്ഞിട്ട് എടാ അതും കൂടെ തരാ. അപ്പോൾ കൊണ്ട് വലിയൊരു പാക്കറ്റിനകത്ത് ഒരു ഫോൺ. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ കളിപ്പിക്കാനായിരിക്കും വിചാരിച്ചു. തുറന്ന് നോക്കുകയാണെ 30,000 രൂപയുടെ ഫോണ് പൊട്ടിയും കരഞ്ഞു. അത് ഭയങ്കര ഇതായിപ്പോ. അതാണ് ഈ ഇരിക്കുന്നത്, കളഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഭയങ്കര ഗിഫ്റ്റ് കിട്ടി. ഉടനെ ഉണ്ടല്ലോ വലിച്ചു കളഞ്ഞ ഫോൺ എടുത്ത് റബ്ബർ എടുത്ത് ഫോണിൽ ഇട്ടേക്കുന്നത് ഈ പുള്ളി. തന്നാലും വരയില്ല, പക്ഷെ കിട്ടിയില്ല. 10 നാളായിട്ട് നടന്നു. ഓ എന്തുവാ അത് പോയി, കൊള്ളത്തില്ല, ചളിയാണ് എന്നാരെങ്കിലും ഒക്കെ പറയാറുണ്ട് നമ്മളെ കണ്ടിട്ട്, പരിപാടി കണ്ടിട്ട്. എത്രയോ പേര് പറയും. പക്ഷേ ഒരു ചെറുത്തിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പകുതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് അതാകാനുള്ള ഒരു ശ്രമം മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഈ കമന്റുകളൊക്കെ വായിക്കുമോ? നല്ല രസകരമായിട്ടുള്ള പല വാക്കുകൾ അതിനകത്ത് കിട്ടും. സമയം കിട്ടും, പുതിയ പദപ്രയോഗങ്ങൾ. നിനക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ? ചേർത്തുള്ളത് ഓക്കെ ഉണ്ട്, കിട്ടുമെന്ന് എനിക്കറിയാം. മറ്റേതുപോലെ നിനക്ക് പോലെ മറ്റേത് വരാൻ നോക്കുകയും ചോദിക്കും. എല്ലാം നമ്മൾ അങ്ങോട്ട് കാര്യമായിട്ട് എടുക്കാനിരുന്ന് കഴിഞ്ഞാൽ, എല്ലാം ശ്രദ്ധിക്കാനും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയം കാണത്തില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഈ ആൾക്കാർ ഇത് ആസ്വദിച്ചിട്ടാണ് ഇത് പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലർ കാണാതെ പോലും പറയും.
അല്ല ചിലരിത് കണ്ട് പൊട്ടിച്ചിരിക്കുവേ അടിപൊളി എന്നിട്ട് ലാസ്റ്റ് യവനൊക്കെ വേറെ പണിയില്ലല്ലോ. അത് മറ്റേ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ 8 പ്രാവശ്യം അവിയലൊക്കെ മേടിച്ചിട്ട് പോകും. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൈ തീർന്നു എങ്ങനെ ഉണ്ടായിരുന്ന അവിയൽ വേണമല്ല ഇതുപോലെ അങ്ങനെ. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തോട്ട് അതായത് മറ്റേ ആകസ്മികമായിട്ടുള്ള ആപേക്ഷികമായിട്ടുള്ളൊരു സാധനം അതല്ലേ സിദ്ധാന്തം. അത് തന്നെ അതെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള സാധനം. ഇപ്പം ഷാജി ചേട്ടന് ഒരു മിനിറ്റ് അഭിനയമോഹി പിന്നെയും വരുന്നുണ്ട്. എനിക്ക് ബോട്ടിൽ വരെ അഭിനയിക്കാൻ ആഗ്രഹം. നിങ്ങളവിടെ ഉള്ളപ്പോഴാണ് കൂടെ പോകുന്നത്. നമ്മളെ കാണിക്കാനാ നിങ്ങളവിടെ വല്ല ഏർപ്പാട് ചെയ്തോ? വിളിക്കാൻ വേണ്ടി അഭിനയിക്കാൻ കുറച്ച് ഈ ഇടയ്ക്കിടയ്ക്ക് ഫോൺ പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇന്റർവ്യൂ ഇപ്പൊ തുടങ്ങാൻ വണ്ടി പറഞ്ഞെന്ന് പറയാറുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പം ഷാജി ചേട്ടന് വിനോദേട്ടൻ അവാർഡ് വരുന്നു. അപ്പം വിനോദൻ പറയണം എനിക്ക് വിനോദൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുവാണെങ്കിൽ വിനോദേട്ടൻ എങ്ങനെ പ്രതികരിക്കും? എങ്ങനെ ആയിരിക്കണം പ്രതികരിക്കേണ്ടത്? പഴക്കല്ലേ? അല്ല ഈ കാരണം നമ്മൾ തമ്മിലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ലെന്ന് അയാൾക്കറിയാം. അയാൾ തരുന്ന സാധനം ഞാൻ മേടിക്കുമെന്നും പുള്ളിക്കറിയാം. അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റക്കുറച്ചിലൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരേ മനസ്സാണെങ്കിൽ കല എന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും മനസ്സിൽ ഏത് കലയായാലും തുല്യസ്ഥാനമായിട്ട് വരണം. അപ്പം പിന്നെ വിനോദം തരട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് പിടിച്ച് മേടിക്കാമല്ലോ വിനോദം വരുമ്പോൾ. ഞാൻ കൊടുക്കുമ്പോൾ വിനോദം മേടിക്കാമല്ലോ. അല്ല ഇപ്പോൾ വിനോദേട്ടൻ വിനോദനോട് പറയാണ് എനിക്ക് വിനോദം തരണ്ട എന്ന് പറഞ്ഞാൽ വിനോദേട്ടൻ എങ്ങനെ പ്രതികരിക്കും? അത് കൊടുക്കണ്ടല്ലോ, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ. രൂപവും ഭാവവും നാടും വീടും പറച്ചിലും ഒന്നും അങ്ങോട്ട് മാച്ചല്ല. ഈ രൂപം വെച്ച് കോമഡി ചെയ്യുന്നു, ഇതിൻ്റെ ഇടയിൽ പാട്ടുമുണ്ട്. എങ്കിൽ പിന്നെ രണ്ടുപേര് പാടുന്നതിലും വല്ല പ്രശ്നമില്ലല്ലോ അല്ലേ? പാട്ട് കേൾക്കാലോ അല്ലേ? പഠിക്കും. പൂത്തപ്പം വേണോ പെണ്ണെ പോണ്ട വേണോ ഇത്താക്കു ചേട്ടൻ തന്നാ പൂട്ടു വേണോ? ഇതാണ് സംഗീത കോളേജ്. വേണ്ട രാജനം പാടിക്കും, ശരിയാകത്തില്ല. പഴയ പാട്ട് പാട്ടെ. എനിക്ക് അറിയാവുന്ന കുറച്ച്. നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. പാടി പൊളി. അപ്പൊ ഇതിലങ്ങ് നിൽക്കാൻ പാടില്ലേ? യേശുദാസിന് പ്രശ്നമാകുക. യേശുദാസിന് പ്രശ്നമാകുക. നമ്മൾ അങ്ങനെ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷേ അല്ല ഈ ഇത്രയും ഒരു വിലപിടിപ്പുള്ള ഒരു സാധനം കയ്യിലുണ്ട്. ഈ സ്കിറ്റിൽ അവിടെ ഇതൊന്നും കണ്ടില്ലല്ലോ. സ്കിറ്റിനോടെ അല്ലാണ്ട് സാധനം കടിച്ചിട്ടുണ്ടേ. അവിടെ ആകെ 4 മിനിറ്റേ ഉള്ളൂ. അതിനിടയ്ക്ക് പാട്ട് സെക്കൻഡല്ലേ ഉള്ളൂ. അത്രയും കൗണ്ടർ നഷ്ടപ്പെടും. പിന്നെ കൗണ്ടറും പാടും. അത് നമ്മൾ പാട്ട് പാടാൻ പോയി കഴിഞ്ഞാൽ ബമ്പർ പോകും. ആണോ? അത് ശരി. ഇനിയിപ്പോൾ അടുത്ത് ബമ്പർ പോണ ഒരു പരിപാടി എൻ്റെ കയ്യിലുണ്ട്. വിസിലിപ്പോൾ ഊരി വിടി ഞാൻ. അതായത് അയ്യോ ഇതെല്ലാം കൂടെ കുറേ ഉണ്ടല്ലോ. അത് ഞാൻ ഇപ്പോൾ പരീക്ഷയ്ക്ക് പോയതാണോ? നമ്മുടെ ചെറിയ സെഗ്മെന്റ് ആണ് കുസൃതി ചോദ്യം. നിങ്ങൾ എല്ലാവരും ചിന്തിപ്പിച്ച് വട്ടം കിടക്കുന്ന ആൾക്കാർ. അപ്പം എൻ്റെ അടുത്ത് ഒരു 5 കുസൃതി ചോദ്യങ്ങളുണ്ട്. രണ്ടോട് ചേർന്ന് മറുപടി പറയാം. നിങ്ങൾ രണ്ടോട് ചേർന്ന് മറുപടി പറയാം. ശരി. ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം. റിയ കുളിക്കാതിരുന്നാൽ ആരാവും? റിയ കുളിക്കാതിരുന്നാൽ ആരാകും? ഞാൻ മനസ്സിലായി. റിയ കുളിക്കാതിരുന്നാൽ എന്താവും? ചോദ്യം തെറ്റി. ആരാവും എന്താവും? ഇഷ്ടമുള്ളൂ. ബാക്ടീരിയ. ഞാൻ എടുത്തിടണോ അതോ രണ്ടായാലും പൊങ്ങി കിടക്കും. ശരി. അടുത്ത ചോദ്യം. ബുദ്ധി ഉപയോഗിച്ചോ? ഓണാക്കിക്കോ, മെഷീൻ ഓണാക്കിക്കോ. USA അനിയൻ ആരായിരിക്കും? USA അനിയൻ? ISA അല്ല, USA അനിയൻ ആരായിരിക്കും?
പുക വരുന്നു, പുക. ഭയങ്കര ബ്രില്യൻസ് തോറ്റോ തോറ്റോ സംഭവം. ഗൈസ് തോറ്റോ. തോറ്റു USB. ഇവിടെ നിൽക്കാവോ? അത് ചേട്ടനല്ലേ? എ കഴിഞ്ഞല്ലേ ബി? അല്ല ഏ മൂത്തത്. മൂത്തതാണ്. ആദ്യം വന്നതല്ലേ മൂത്തത്, പിന്നെ വരുന്നതല്ലേ ചെറുത്. രാജൻ അതല്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാ ആരുമായിട്ട് പിന്നെ ഈ പറഞ്ഞ അത് നടക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഉത്തരം സത്യത്തിൽ ആദ്യം വന്നാ മൂത്തത്. സത്യത്തിൽ എന്താണ്? ആദ്യം വന്നാണ് മൂത്തത്. എന്നാ പിന്നെ യുഎസ്എയുടെ അച്ഛനല്ലേ മൂത്തത്? യുഎസ് അച്ഛനാരാ? ആദ്യം വന്നത് അതാരാ? ഓസ്ട്രേലിയ. ഇല്ല ഷാജൻ അതല്ല. മൂത്തതെന്ന് പറഞ്ഞാൽ മതി. ഈ പുള്ളി മൂത്ത് നിൽക്കുക, എങ്ങനെ പറഞ്ഞു തീർത്തിട്ട് വെയിലടിച്ചതായിരിക്കും. അടുത്ത ചോദ്യം. മെഴുകണ്ട. അടുത്ത ചോദ്യം. കുത്തും കോമയും വന്നാൽ എന്ത് ചെയ്യും? അല്ല എന്താവും? സോറി, കുത്തും കോമയും വന്നാൽ എന്താവും? വെന്റിലേറ്റർ ആവും. കുത്തും കോമയും വന്നാൽ എന്താവും? പിന്നെന്തോ ഐസിയുലാവും. ഇല്ല, പിന്നെ ഒന്നുകൂടെ ഒന്ന് വിജയം വെച്ച് ചിന്തിക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് നിസാര പറയാൻ പറ്റുന്നതാ. കുത്തും കോമയും വന്നാൽ കുത്തും കോമയും ഒരുമിച്ച് വന്നാൽ എന്തോ? ചവപ്പട്ടിയാവും. ചവപ്പട്ടി കയറും. തോറ്റോ തോറ്റോ. മറ്റേ നേരത്തെ പറഞ്ഞ സാധനം എനിക്ക് മേടിച്ചു തരണം. .com. എങ്ങനെയുണ്ട്? അത് കലക്കി. അത് ഇത്രയും നേരം പറഞ്ഞതിൽ ഒരെണ്ണം. .com. അടുത്തത് ഇത് വളരെ സിമ്പിൾ. സ്കൂളിൽ പോയി ആർക്കും പറയാൻ പറ്റും. എഴുതുമ്പോൾ 5 അക്ഷരമുണ്ട്, പറയുമ്പോൾ 1 അക്ഷരമേ ഉള്ളൂ. എഴുതുമ്പോൾ 5 അക്ഷരമുണ്ട്, പറയുമ്പോൾ 1 അക്ഷരമേ ഉള്ളൂ. എന്തോ ശരി. വളരെ നിസാരം. നിസാരം. ചെറിയ എന്തൊരു സാധനം താൻ നന്നല്ല പറയാൻ. അയ്യോ ഇതിനൊതൊന്നുമില്ല. അക്ഷരമാല അറിയാവുന്ന ആർക്കും പറയാൻ പറ്റും. മലയാളത്തിലൊരു സാധനമുണ്ട്, ഒരു പേര് റാം. ശ്യാം. അത് 2-3. അത് ശ്യാമിൽ എത്ര 4 അക്ഷരമല്ലേ ഉള്ളൂ? 5 അക്ഷരം. മലയാളത്തിൽ 1 അക്ഷരം. ഇംഗ്ലീഷ്. ഇതിക്കുള്ള ഇനിയിപ്പോൾ എന്താ പറയുന്നത്? തോറ്റ്. ക്യൂ. QUEUE അത്ര ഉണ്ട്. ഓക്കെ, തോറ്റെ. അവസാനത്തെ ചോദ്യം. മമ്മൂട്ടിക്ക് ഒരു ദുൽഖറുണ്ട്. അങ്ങനെയാണെങ്കിൽ സച്ചിൻ എത്ര ദുൽഖറുണ്ട്? ഭയങ്കര ബ്രില്യൻസ്. ചെറിയ ചോദ്യം ഒന്നും അല്ലല്ലോ ഇത്. മമ്മൂട്ടിക്ക് ഒരു ദുൽഖറുണ്ട്. അങ്ങനെയാണെങ്കിൽ സച്ചിൻ എത്ര ദുൽഖറുണ്ട്? സച്ചിന് പറഞ്ഞേ ഉള്ളൂ. ഇല്ല, ഇത്തിരി ഉണ്ടോ? ദുൽഖർ സച്ചിൻ 10 ദുൽഖർ, 10 ദുൽഖറുണ്ട്. എങ്ങനെയുണ്ട്? എന്നെ ഒന്ന് വണങ്ങണം തോന്നുന്നുണ്ടോ? എല്ലാരോടും പറയാം, ഞങ്ങൾ തോറ്റു തരണമെന്നും പറഞ്ഞ് നേരത്തെ തന്നെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു പോയായിരുന്നു. ഈ നേരത്തെ പറഞ്ഞു ഇതുപോലെ ഉത്തരം പറയും. ഞങ്ങൾ ചാടി ഉത്തരം പറഞ്ഞായിരുന്നു. കുറച്ച് കാശിഞ്ച് വരും, അത്രേ ഉള്ളൂ. പൈസ തരാന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ. അപ്പം നമ്മുടെ സെഗ്മെന്റ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. അപ്പം പാടിയായിട്ട് അഭിനയിച്ചു. അല്ല ഒന്നുമല്ല, ഇവിടെ റെക്കോർഡാണ്. അത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ, എല്ലാവരും റെക്കോർഡാണ് ഇത്. ഞാൻ കൂടെ വരും. ശരി. അപ്പം നമ്മുടെ ഈ ഒരു എന്താണ് സഞ്ചിത സല്ലാപം ഇവിടെ നമ്മുടെ ഒരു പര്യവസാനത്തിലേക്ക് വരും. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെയൊന്നുമില്ല. ഇതുവരെ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നടത്ത് എത്തണം എന്നുള്ള ആ ഒരു സാധനമൊന്നുമല്ല. നമ്മളങ്ങനെ വലിയ കലാകാരന്മാരായിട്ടുള്ള അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. നമുക്ക് ജീവിച്ചു പോകണം, അതിനുവേണ്ടി തടസ്സങ്ങളില്ലാതെ ജീവിച്ചു പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ സ്വപ്നം വളരെ വലുതാണല്ലോ. അതായത് നിങ്ങൾ ചെറിയ സ്റ്റേജിൽ നിന്ന് വന്നു, ടെലിവിഷനിൽ വന്നു, പിന്നെ അവിടെ നിന്ന് നിങ്ങൾ മിനി സ്ക്രീനിലേക്ക് വന്നു, ഇനിയിപ്പോൾ ബിഗ് സ്ക്രീനിലേക്കുള്ള പരിപാടികളാണ് ഞാൻ ചോദിക്കുന്നത്. ബിഗ് സ്ക്രീനിൽ കുറേ എപ്പിസോഡുകൾ ചെയ്ത് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ചെയ്തത് പിന്നെ ജയരാജ് സാറിൻ്റെ പടം ചെയ്തത് ശാന്തമേ രാത്രിയിൽ. കുട്ടിക്കാലം അല്ലേ? റിലീസായില്ല. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ റിലീസാകുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇങ്ങേരും കൂടെ ഒരു പടം ചെയ്യൂ. അയ്യോ പറഞ്ഞ സിനിമാടാ മിസ്റ്റർ ബംഗാളി എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞങ്ങൾ അഭിനയിച്ചു. അതിനകത്ത് വിശിഷ്ട വ്യക്തി ഉണ്ടായിരുന്നു. പേര് പറയണോ? വേണ്ട, ഇറങ്ങിട്ട്
അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു അവസാനത്തിലേക്ക് എത്തി. അപ്പം രൂപഭാവങ്ങളും സംസാര ഭേദങ്ങളും ഭാഷാ വ്യത്യാസമില്ലാതെ തന്നെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കി എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന മലയാളികൾക്ക് എപ്പോഴും രസകരമായ ഒരു ആനന്ദകരമായിട്ടുള്ള രണ്ട് മുഖങ്ങളാണ് ഷാജിയും വിനോദും. വളരെ വിലപ്പെട്ട സമയമാണ് ഷാജി നമ്മളോട് പങ്കിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് എന്നാ ഞങ്ങളോട് പറ. അപ്പം എന്നാ ഞങ്ങളോട് പറ എന്ന് എന്നോട് പറ. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തോട് ഞാൻ പറയാം. എല്ലാവരോടും കൂടി പറയാനുള്ളത്, ഇതുവരെ ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനങ്ങൾക്കെല്ലാം വളരെ നന്ദി. വളരെ വലുതായിരുന്നു നിങ്ങളുടെ പ്രോത്സാഹനം. അതിന് ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഇനിയും പ്രോത്സാഹനം ഇവർ പറഞ്ഞിട്ട് ഞങ്ങളോട് പറയാന്നല്ല, ഇനിയും ഞങ്ങൾക്കൂടെ പ്രോത്സാഹനം അത്രേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇനിയുള്ള ആഗ്രഹം. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പം നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുമ്പം ഏറ്റവും വിനീത വിധേയരായിട്ട് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും, നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങൾക്ക് ചിരി തരാനും. ഓക്കെ, അപ്പോൾ ഇനി എന്നോട് പറ. ഈ ഇത്രയും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തല്ലോ, നിങ്ങളുടെ ഒരു ഒരു എന്താണ് ആനന്ദ തുന്തിരമാക്കിയോ ഞാൻ നിങ്ങളെ? കൊള്ളായിരുന്നു, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എത്രയോ നാളായിട്ട് നമ്മൾ വേറെ കാര്യമുണ്ട്. ഈ സാധാരണ ഈ കസേര വലിച്ചിട്ടുള്ള ഇന്റർവ്യൂന്ന് മാറ്റി ചിന്തിച്ച് താങ്ക് യു. ഞങ്ങളെ ചിന്തിച്ച് അങ്ങനെ കസേരയിട്ട് ഇങ്ങനെ, പക്ഷെ അതിന് വേറെ സീരിയസ് നല്ലതായിരുന്നു. കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ പ്രേക്ഷകരോട് നമുക്കൊരു ബൈ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്നാ നിങ്ങൾ എന്നോട് പറ. എന്നാ എന്നോട് പറ. ആരോടുമല്ല, ഞങ്ങളോട് പറ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട്. ഓക്കെ ഓക്കെ, അപ്പം മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. ബൈ.